എല്ലാ ദിവസവും കാണുന്നത് പോലെ നമ്മുടെ GSP സ്റ്റോക്കിൽ നിന്നല്ല ഇന്നത്തെ തുടക്കം. ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാ ദിവസവും കാണുന്ന പോലെ നമ്മുടെ GSP സ്റ്റോക്കിൽ നിന്നല്ല കേട്ടോ നമ്മൾ ഇന്നത്തെ തുടക്കം. നമ്മുടെ റൂമൊക്കെ ചെറുതായിട്ടൊന്ന് മാറി, ഇപ്പോൾ കുറച്ച് ദൂരെയായിട്ടാണ്. അപ്പോൾ നമ്മുടെ വണ്ടീൻ്റെ അടുത്തോട്ട് കുറച്ച് ദൂരം നടക്കണം. ഞാൻ പോകുന്ന വഴിയൊക്കെ ഒന്ന് കാണിച്ചു തരാം. ആരുമില്ല കേട്ടോ, ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്ന് പോവാണ്. സൈഡൊക്കെ നല്ല അടിപൊളി സ്ഥലം തന്നെയാണ് കേട്ടോ. അപ്പം നമ്മുടെ പഴയ റൂമൊക്കെ നമ്മൾ ഒന്ന് ചേഞ്ചായി. ആ റൂമില്ല, കുറച്ചപ്പുറത്തായിട്ടാണ് നമ്മുടെ റൂമൊക്കെ വരുന്നത്. അപ്പം നമ്മൾ നേരെ വണ്ടീൻ്റെ അടുത്തോട്ട് ഇപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ പോകുന്ന വഴിയൊക്കെ മനോഹരമായ സ്ഥലങ്ങളാണ്. ഇവിടെയൊക്കെ നോക്കി നല്ല അടിപൊളി ഒരു വ്യൂ ആണ് രാവിലെ തന്നെ. ഇന്നലെ ചെറുതായിട്ട് മഴയൊക്കെ പെയ്തു. ആകാശം നോക്കി കുറച്ച് കാർമേഘങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇതിലൂടെ നടക്കുമ്പോൾ നമ്മുടെ ഒരു പഴയ ഓർമ്മകളിലൂടെ നടക്കുന്നൊരു ഫീലാണ്. നല്ല പച്ചപ്പൊക്കെ നിറഞ്ഞ നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് കേട്ടോ. കുറച്ച് ദിവസം പെയ്ത മഴയിൽ പൊടിച്ച പുല്ലുകളാണ് ഈ കാണുന്നത്. ഇവിടെയൊക്കെ വരണ്ട് കിടന്ന സ്ഥലമായിരുന്നു, ഇപ്പോൾ പച്ചപ്പായി മൊത്തത്തിൽ. നമുക്ക് പോകേണ്ടത്, നമ്മുടെ പ്ലാനിലോട്ട് പോകേണ്ടത് ഈ റോഡിലാണ്. അപ്പം നമ്മൾ നേരെ അങ്ങോട്ട് വെച്ച് പിടിക്കുകയാണ് കേട്ടോ. ഇത് ഇവിടുത്തെ ഒരു കാട്ടു ചെടിയാണ് ഈ കാണുന്നത്. പക്ഷെ വളരെ മനോഹരമാണ് ഈ ചെടി കാണാൻ. എപ്പോഴും ഇങ്ങനെ പൂക്കളൊക്കെ ഇങ്ങനെ വിടർന്നിങ്ങനെ നിൽക്കും. കണ്ടില്ലേ, എന്ത് രസമാണ് കാണാൻ. അങ്ങനെ നമ്മൾ നമ്മുടെ വണ്ടിക്കകത്ത് എത്തിയിട്ടുണ്ട്. നമ്മുടെ ഓരോ വണ്ടികളും ഇവിടെ ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. ശരിയായിക്കൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ മൊത്തത്തിലൊന്ന് രാവിലത്തെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് വണ്ടി ഓരോരോ സൈറ്റിലോട്ട് പോകാൻ വേണ്ടി പോവാണ്. അപ്പം നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഒപ്പം നമ്മുടെ അനീഷേട്ടനുണ്ട്. അപ്പം നമ്മൾ നേരെ ഒസങ്കടിയാണ് ഇന്നത്തെ പണി വരുന്നത്. ഒസങ്കടി കുന്നിൻ്റെ മുകളിൽ. അപ്പോൾ നമ്മൾ ഒരു ദിവസം അവിടെ പോയിരുന്നു. അപ്പോൾ വീണ്ടും അങ്ങോട്ടേക്ക് പോവാണ്. അവിടെ മണ്ണ് കട്ട് ചെയ്ത് സൈഡിലോട്ട് മാറ്റുന്ന പരിപാടിയാണ്. നേരെ വെച്ച് പിടിക്കുന്നുണ്ട് കേട്ടോ. പോകുന്ന വഴിക്കൊക്കെ ഒരുപാട് പശുക്കളൊക്കെ റോഡിലൂടെ നടന്നു പോകുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ഓപ്പണായിട്ട് ഇങ്ങനെ പോകുന്ന പശുക്കളാണ്. അതുപോലെ തന്നെ ഒരുപാട് ആട്ടും കൂട്ടങ്ങളൊക്കെ ഇങ്ങനെ കാണാറുണ്ട്. എല്ലാത്തിനും ഇങ്ങനെ ഓപ്പണായി തുറന്നു വിടുകയാണ് കേട്ടോ. വൈകുന്നേരം നമ്മൾക്ക് വീട്ടിലെത്തുമായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ പോയി ഏതാണ്ട് ഒസങ്കടി എത്താറായിട്ടുണ്ട്. ഇന്ന് അത്യാവശ്യം നല്ലൊരു കാലാവസ്ഥയാണ്. രാത്രിയൊക്കെ ചെറിയ രീതിയിൽ മഴയൊക്കെ പെയ്തിരുന്നു. അപ്പോൾ നമ്മളിത് സൈഡിലെത്തിയിട്ടുണ്ട്. നമ്മുടെ വണ്ടി ഇതാ മുകളിലോട്ട് കയറ്റാൻ വേണ്ടി പോവാണ്. കാര്യമോ എന്നറിയില്ല, എന്തായാലും നല്ല അടിച്ച് കയറേണ്ട പരിപാടിയാണ്. കുറച്ച് ദൂരെ പോയിട്ട് ഒന്ന് സ്പീഡായിട്ട് കയറ്റി വിടേണ്ട പരിപാടിയാണ്. ഇവിടുന്ന് തന്നെ കറങ്ങുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട്. അപ്പം ഇവിടെ വേറെ കാര്യം എന്നുള്ള ഒരു ഐഡിയ ഇല്ല. നിന്ന് കയറുന്നില്ല. പിന്നെ ജിറ്റാച്ച് തള്ളിയാൽ മാത്രമേ കയറുള്ളൂ. ഇത് വീണ്ടും ഒരു ശ്രമം കൂടി. ഒരോളത്തിലങ്ങ് എടുക്കാൻ നോക്കണം കേട്ടോ. അതായത് ഊരിയൊക്കെയാണ് വണ്ടി ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കയറുന്നില്ല. കാറ് കിടന്ന് അങ്ങോട്ട് കറങ്ങുന്നത് മാത്രമേ ഉള്ളൂ. ഇനി നമ്മുടെ ഇറ്റാച്ചി വരാണ്ട് ഒന്നും നടക്കില്ല. അപ്പോൾ വണ്ടി ആയിരുന്നില്ല. ഇനി ഇറ്റാച്ചി വരണം. നമ്മുടെ ഇറ്റാച്ചി എടുക്കണമെങ്കിൽ ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ട് ഇറ്റാച്ചിക്ക്. അപ്പോൾ അത് പരിഹരിക്കാനായിട്ട് നമ്മുടെ മിൽട്ടാട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട്.
ഇനിയിപ്പോൾ ഒന്ന് ശരിയാക്കിയതിന് ശേഷം വേണം നമ്മുടെ വണ്ടി തള്ളിക്കയറ്റാൻ. നമ്മുടെ വണ്ടി ഇത് ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ഇറ്റാച്ചി ഇതാ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മിൽട്ടാട്ടൻ ഇതാ എൻജിൻ്റെ ഉള്ളിലൊക്കെ കിടന്ന് കാര്യമായ പണിയിലാണ്. ഇതേ ഇങ്ങനെയാണ് ഇപ്പോൾ അവസ്ഥ. ആശാന എൻജിൻ്റെ ഉള്ളിലെല്ലാം കിടന്ന് മറിയാണ്. ഇത് ചെറിയൊരു കംപ്ലൈൻറ്റ് മാത്രമേ ഉള്ളൂ. ഇതൊന്ന് റെഡിയാക്കിയിട്ട് വേണം. ദൂരമായിട്ട് നമ്മുടെ വണ്ടി ഇതേ അവിടെ കയറാതെ കിടപ്പുണ്ട്. ഇനിയിപ്പോൾ അത് തള്ളിക്കയറ്റണം. അപ്പോൾ നമ്മുടെ റോഡൊക്കെ മൊത്തം ബിസിയാണ്. വണ്ടികളൊക്കെ തലങ്ങനെയും വിലങ്ങനെയും ചീറിപ്പാഞ്ഞ് പോകുന്നുണ്ട്. കേട്ടോ നമ്മുടെ ഇറ്റാച്ചിയുടെ ഓപ്പറേറ്റർ നിഖിലാട്ടൻ, അതേപോലെ നമ്മുടെ നിതിനും ഇവിടെ ഉണ്ട് JCB ഓപ്പറേറ്റർ. അവൻ്റെ വണ്ടിയാണ് ഇത് ദൂരെയായിട്ട് കാണുന്നത്. അപ്പോൾ നമ്മൾ മിൽട്ടാട്ട് ഇതാ എന്തൊക്കെ ആക്കിയിട്ടുണ്ട്. ഇതാ ഈ പല എടുക്കണ്ട, ഇല്ലെങ്കിൽ എൻജിൻ കറങ്ങുമ്പോൾ പണിയാവും. ഇല്ല കണ്ട് ഇത് ആശാന്റെ മൊബൈൽ ഇവിടെ കിടപ്പുണ്ട്. അതാ അപ്പോൾ ഇതാണ് നമ്മുടെ മിൽട്ടാട്ടൻ. കുറേ കിടന്നെന്തൊക്കെയോ പരിശ്രമിച്ചു. ഇനിയിപ്പോൾ ഇതാണ് നമ്മുടെ ഇറ്റാച്ചിയുടെ എൻജിന്. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അത്യാവശ്യം വലിയൊരു സൈസ് എൻജിനാണ്. ഇത് എത്ര സിലിണ്ടർ മിൽട്ടാട്ടാ വണ്ടി മിഷേ? 1 2 3 4 5 6 സിലിണ്ടർ അല്ലേ? ഇഷ്ടംപോലെ ഫാനും ഉണ്ട്. അപ്പോൾ ഈ ഫാനിന് എന്തോ കംപ്ലൈൻറ്റ് പറ്റിയതാണ്. 8 ഫാനെങ്ങാണ്ടുണ്ട് കേട്ടോ കൂളിങ്ങിന് വേണ്ടിയിട്ട്. അന്നാ ബാറ്ററി ലൈനാ? നടന്ന് കളിക്കാൻ പാകത്തിലുള്ള സ്ഥലമുണ്ട് ഇതിൻ്റെ മുകളിൽ. ഓ സൈലൻസർ ഇവിടെയുള്ളല്ലേ, മാറി നിൽക്കാം. ആന്നാ പമ്പ് പറിക്കുന്ന സൗണ്ട്. അത് ഇങ്ങനെയോ? വെള്ളം മോട്ടർ ഞാനിത് വിറ്റാക്കി. മൊത്തം എയറെല്ലാം ഒഴിവാണ്ടി വരും അല്ലേ? ടൈം എടുക്കും ഇത് സ്റ്റാർട്ട് ആവും അല്ലേ? അപ്പോൾ നമ്മുടെ സ്റ്റാർട്ടായിരിക്കുകയാണ്. നെറ്റാണ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മൊത്തം പണി തന്നെയാണ് രാവിലെ. ഇത് ശരിയാക്കിയാലോ ബാക്കി പരിപാടിയൊക്കെ നടക്കുന്നത്. നമ്മുടെ കിറ്റാച്ചിയുടെ കേവിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത്. നിഖിലാട്ടത് ഇവിടെ എന്തൊക്കെയാ പറയുന്നത്. ശരിക്കും പറഞ്ഞ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ കയറിയിരിക്കുന്നത് പോലെ ഉണ്ട് കേട്ടോ. നല്ല ഹൈറ്റ് ഉണ്ട് ഈ വണ്ടിക്ക്. ഈ ബോർഡ് കണ്ടാലറിയാം. ആ ബോർഡ് ഏതാണ്ട് ഒരു 1.5 മീറ്റർ ഹൈറ്റുള്ള ബോർഡാണ്. അപ്പോൾ അതൊക്കെ ആ ബോർഡ് ഇറ്റാച്ചിൻ്റെ ഹൈറ്റൊക്കെ നോക്കിയാൽ മനസ്സിലാവും. അതൊക്കെ ഒരുപാട് താഴെയാണുള്ളത്. ഏകദേശം ഒരു ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് ഉണ്ട് ഈ ഒരു വണ്ടിക്ക്. മിൽട്ടാടാ ഫാന് നോക്കണേ, മറ്റേ ഫാന്. അതിനൊന്നും ഇവിടെ മാറ്റി കൊടുക്കണം. നമ്മുടെ മെഷീൻ ഇത് ഓഫാക്കി. ഓക്കെ, ഒരു മഴ പെയ്ത് ചോർന്നത് പോലെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒന്നുകൂടെ ഇവിടുന്ന് ഇങ്ങനെ കിടന്ന് മറിയണം. ഓ പിന്നെന്താ, ഞാൻ പിടിക്കും. അപ്പോ ഇത് താഴെ വീണിക്കണ്ട മറ നോക്കണ്ടല്ലോ ഇട്ടാട്ടെ. ഇത് മൂടിയാൻ കിട്ടാ പോരെ ഇനി. ഇത് സ്റ്റെപ്പൊക്കെ കാര്യം വരുന്നുണ്ട് നമ്മുടെ ആശാൻ. അപ്പൊ നമ്മുടെ മിൽട്ടാട വീണ്ടും ആഴങ്ങളുടെ അതാ കാലവിടെ വെച്ചോണ്ടേ മിൽട്ടാട്ടാ. കണ്ണട അയച്ചാ പിന്നെ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. മൂപ്പറ ബൈനോക്കുലർ കണ്ണട.
ഇതേ കണക്ഷനൊക്കെ മൊത്തം മാറ്റിയാണ്. എന്നിട്ടാ അടക്കുന്നേരം ഉറങ്ങിപ്പോരുതേ. അപ്പൊ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആ പണിയാത്ത ഇവൻ വരെ വേർത്ത് പോയി ഇവിടെ ഇരുന്നിട്ട്, കാരണം നല്ല വെയിലാണ് കേട്ടോ. അപ്പൊ നമ്മുടെ വെള്ളാട്ടന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മിഷൻ സ്റ്റാർട്ട് ചെയ്ത് എല്ലാം ക്ലിയർ ആക്കി. ഇനിയിപ്പോ നമുക്ക് നമ്മുടെ വണ്ടി തള്ളിക്കയറണം, എന്നിട്ട് വേണം അടുത്ത പരിപാടി എടുത്താൻ. ഇങ്ങനെ സ്റ്റെപ്പൊക്കെ ഇറങ്ങി വേണം കേട്ടോ ഒരു വഴി പോകാൻ. അത്യാവശ്യം നല്ല ഹൈറ്റുള്ള വണ്ടിയാണ്. ഇപ്പൊ നമ്മുടെ ചെരുപ്പൊക്കെ ഇവിടെ കഴിച്ചു വെച്ചിട്ടുണ്ട്. താഴെ എത്തി. നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞത് വെൽട്ടാട്ടൻ ഇവിടെ നിൽപ്പുണ്ട്. ഇറ്റാച്ചി നമ്മുടെ ഇവിടുന്ന് ഇറക്കി. ഇനി നമ്മുടെ വണ്ടി തള്ളിക്കയറണം. അപ്പൊ വണ്ടി തള്ളി തുടങ്ങിയിട്ടുണ്ട്. രാവിലെ തന്നെ മൊത്തം തള്ളി 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 തള്ളിയുള്ള പരിപാടിയാണ്. ഓ വണ്ടി അത് ഒഴുകി അങ്ങോട്ട് പോവാണ്. ഏതെന്നു വണ്ടി അങ്ങോട്ട് ഊരി കളിക്കുകയാണ്. ആയിരുന്നില്ല. വണ്ടി ഊരി സൈഡിലോട്ട് മാറി കൊള്ളിനടുത്ത് പോയി. ഇനിയിപ്പോ ഇപ്പുറം പിടിച്ച് മാറ്റണം. അങ്ങനെ ഒരു വിധം എഴഞ്ഞെഴഞ്ഞ് നമ്മുടെ ടിപ്പർ മുകളിലെത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടെയൊക്കെയുള്ള ചളിയൊക്കെ നമ്മുടെ ഇറ്റാച്ച് പരണ്ടി എടുക്കുകയാണ്. അടി കല്ലാണ്, എന്നാൽ പോലും ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്രീസ് വരട്ടിയത് പോലെ ഉണ്ട് നമ്മുടെ നിലമൊക്കെ. അതാണ് കാരാൻ കുറെ ബുദ്ധിമുട്ടെടുക്കുന്നത്. പാറ മാന്തി എടുക്കാനാണ്. ഒരു കപ്പൽ വന്ന് നിൽക്കുന്ന പോലെയുണ്ട്. നമ്മുടെ വീഡിയോയിൽ വലിയ രീതിയിലുള്ള സൈസ് ആയിട്ടൊന്നും തോന്നില്ല, പക്ഷെങ്കിൽ അത്യാവശ്യം നല്ല സൈസ് സാധനമാണ് നമ്മുടെ ഇറ്റാച്ചി. അങ്ങനെ നമ്മുടെ ആശാനിത് ഉള്ളിലേക്ക് കടന്നു പോയിട്ടുണ്ട്. ഇനി നമ്മുടെ JC വെച്ചിട്ട് ഇവിടെയൊക്കെ ഒന്ന് റെഡിയാക്കണം. അതാണ് അടുത്ത പരിപാടി. മഴക്കാറൊക്കെ പോയി ആകാശമൊക്കെ നല്ല രീതിയിൽ നീല കളറായി വന്നിട്ടുണ്ട്. ഇത് നോക്കി നമ്മുടെ ഇറ്റാച്ച് വന്ന് 2 വലി വലിച്ചിട്ടേ ഉള്ളൂ. കല്ലൊക്കെ തവിട് ഓടിയായി. ഇനി നമുക്കിതൊന്ന് JC വെച്ച് റെഡിയാക്കണം. അതേപോലെ മണ്ണ് തട്ടുന്ന സ്ഥലത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. വണ്ടി കാര്യമോ ഇല്ലയോ എന്ന് അറിയില്ല. ഇപ്പോൾ ദൂരെയായിട്ട് നമ്മുടെ വണ്ടി ഇത് ലോഡിങ്ങിന് വേണ്ടി വെക്കാൻ പോയിട്ടുണ്ട്. നല്ല വെയിൽ വരുന്നുണ്ട് കേട്ടോ. വെയിൽ വന്ന് ഈ വെള്ളമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാണ്ട് നമ്മുടെ വണ്ടി അങ്ങ് പോവും. അപ്പം ഞാൻ ഇങ്ങോട്ട് നടന്നു വന്നു കേട്ടോ. ലോഡ് തട്ടുന്ന സ്ഥലം ഒന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്. ദേ ഇവിടെ ഒരു കുയിലൊക്കെ ഉണ്ട്.
സംഗീതമൊക്കെ പാടി അങ്ങനെ ഇരിക്കുകയാണ് മൂപ്പർ. അപ്പോൾ ഇതാണ് നമുക്ക് ലോഡ് തട്ടേണ്ട സ്ഥലം. ഇവിടെയൊക്കെ ലോഡ് തട്ടി വരണം. അപ്പോൾ നമ്മുടെ ടിപ്പർ അവിടെ നിന്ന് ലോഡാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതുവഴി കടന്നു വരും. ആദ്യമേ നമ്മുടെ വണ്ടി അവിടെ നിന്ന് നേരെ കടന്നു വരികയാണെങ്കിൽ ഇവിടെ എന്താ അവസ്ഥ എന്നറിയില്ല, ഇടയ്ക്ക് നിന്ന് പോയില്ലോ എന്നറിയില്ല. അതുകൊണ്ട് ഞാൻ നേരത്തെ വന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഇനി ഇവിടെയൊക്കെ നമുക്ക് ലോഡ് തട്ടാം, പ്രശ്നമൊന്നുമില്ല. നമ്മുടെ JCB അവിടെ കിടപ്പുണ്ട്, അതുകൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. മൊത്തം കാടാണ് കേട്ടോ, ചുറ്റോട് ചുറ്റും കാടാണ്. ഇതൊക്കെ പണ്ട് ചെങ്കൽ വെട്ടിയ ശേഷിപ്പുകളാണ്. കുയിലിൻ്റെ നാദാരി രക്ഷയില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടി ലോഡായിട്ടുണ്ട്. ലോഡ് ചെയ്ത് ഇപ്പോൾ ഇതുവഴി കടന്നു വരും. നമുക്ക് ദൂരമായിട്ട് നോക്കാം. നമ്മുടെ വണ്ടി അതാ ലോഡുമായി കടന്നു വരുന്നുണ്ട്. വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങ് പോരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടുന്ന് ചിലപ്പോൾ സ്ലിപ്പായി പോകാനുള്ള സാധ്യത ഉണ്ട്. കാരണം അവിടെ ഒരു ഗ്രീസ് പുരട്ടിയ പോലെയാണുള്ളത് മഴ പെയ്തിട്ട്. അപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് ഇങ്ങ് പോന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഇവിടെ എവിടെയെങ്കിലും തട്ടണം. അപ്പോൾ ഇതാ ലോഡ് തട്ടി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഒരു JCBയും ഇങ്ങോട്ട് വരും കേട്ടോ. നമ്മുടെ നിതിൻ്റെ JCB വേറെ സ്ഥലത്തോട്ട് പോയി. ഇനിയിപ്പോൾ നമ്മുടെ അമലിൻ്റെ JCB ഇങ്ങോട്ട് വരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കിവിടെയൊക്കെ ഒന്ന് ക്ലിയർ ആക്കാനുണ്ട്. എന്നാൽ നമ്മുടെ ഒരുപാട് ലോഡ് നമുക്ക് ഇവിടെ തട്ടി സെറ്റാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ലോഡ് തട്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ ഇറ്റാച്ചി ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് ലോഡാക്കിയിടുകയാണ്. ഒരുപാട് ഏരിയ ഇനിയും കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. ചെറുതായിട്ട് മഴ പൊടിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ കുറേ ലോഡ് തട്ടി അതിന് ശേഷമാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഏകദേശം ഒരു 10-20 ലോഡിൻ്റെ മുകളിൽ നമ്മളിപ്പോൾ ഇങ്ങനെ തട്ടി വരുന്നുണ്ട്. അപ്പം നേരത്തെ രാവിലെ അവിടെ നിന്ന് തുടങ്ങിയതായിരുന്നു. ഇപ്പോൾ ലോഡായിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഹോണടിയാണ് ഇപ്പോൾ കേട്ടത്. ഇനി നമുക്ക് നേരെ ഒരു ലോഡ് തട്ടണം. അപ്പോൾ സുഹൃത്തുക്കളെ, കട്ട് ചെയ്ത് ഇത്രത്തോളം ആക്കിയിട്ടുണ്ട്. ലോറിയരുതേ ഒരു പ്രത്യേക ട്രെയിന് പോകുന്ന കാണാം. മൊത്തം റെയിലാണ് കേട്ടോ. ഒരു ട്രെയിന് മൊത്തം റെയിൽപാളങ്ങൾ മാത്രം. ഇഷ്ടംപോലെ റെയിൽപാളുണ്ട്. അതേപോലെ നമ്മുടെ ഹൈവേ നല്ല തിരക്കാണ്. സ്ഥലം അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടികൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇന്ന് വലിയ രീതിയിലുള്ള മഴയൊന്നും പെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല. ഇതാണിപ്പോൾ അവസ്ഥ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പണി ഇതാണ്. ഇത്രത്തോളം കട്ട് ചെയ്തു. ലാസ്റ്റ് ലോഡാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ ഡ്യൂട്ടി ടൈം കഴിയാറായി. നമ്മുടെ നീലാട്ടത് മൊത്തം കട്ട് ചെയ്ത് ലോഡാക്കിയിട്ടുണ്ട്. താഴെക്കൂടത് ട്രെയിനതാ ചീറിപ്പാഞ്ഞുകൊണ്ട് പോകുന്നു. ഈ ലോഡ് തട്ടിയിട്ട് വേണം നമുക്ക് റൂമിലോട്ട് പോകാൻ. നമ്മുടെ ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്.